അവളെ കാണണ്ടേ അച്ചു നിനക്ക്? വന്നേ. മനു അച്ചുവിനെ വിളിച്ചു. അച്ചുവും മനു മുറിയിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും ജെനി മയക്കം വിട്ടുണരുന്നതും കാത്തിരിപ്പാണ്. ജെനി പതിയെ കണ്ണു ചിമ്മി തുറന്നു. അവൾക്ക് ദേഹമാസകലം അസഹ്യമായ വേദന തോന്നി. തലയ്ക്കെല്ലാം വല്ലാത്ത പെരുപ്പ് തോന്നിയെങ്കിലും അവൾ അവളുടെ കണ്ണുകൾ തുറന്നു. മോളെ. അവളെ കണ്ണു തുറന്നത് കണ്ട് സന്തോഷത്തി എല്ലാവരും അവളുടെ അടുത്തേക്ക് ചെന്നു. ജെനി എല്ലാവരെയും മാറി മാറി നോക്കി. അവളുടെ കണ്ണുകൾ ബൈസ്റ്റാൻഡർ ബെഡിയിരിക്കുന്ന അച്ചുവിലും അവളുടെ കൂട്ടുകാരിലും എത്തി. അമ്മാ. ജെനി പതിയെ വിളിച്ചു. എന്താടാ? മസു അവളുടെ അടുത്തേക്കിരുന്നു. എനിക്ക് വേദനിക്കുന്നു അമ്മ. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോ അവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് മാറൂട്ടോ. മസു അവളുടെ കൈകളിൽ തലോടി. എനിക്ക് വെള്ളം തരാവോ? ജെനി ചോദിച്ചപ്പോഴേക്കും സീത ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വന്നു. മഹിയും വസു അവളെ താങ്ങിയിരുത്തി. സീത വെള്ളം ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു. അവരെയെല്ലാം നോക്കി ജെനി വെള്ളം കുടിച്ചു. അഞ്ജു. ജെനി മാറി നിൽക്കുന്ന അവളുടെ കൂട്ടുകാരെ വിളിച്ചു. 3 പേരും അവളുടെ അടുത്തേക്ക് ചെന്നു. കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എനിക്കൊന്നുമില്ല, നിങ്ങൾ കരയാതെ. ജെനി അവരെ സമാധാനിപ്പിച്ചു. എന്തിനാ ജെനി നീ? പാച്ചു നിറക്കണ്ണുകളോടെ അവളോട് ചോദിച്ചു. എങ്ങനെയാടാ നിന്നെ ഞാൻ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്? എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ജെനി അവനെ നോക്കി ചോദിച്ചപ്പോൾ അവൻ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. ജെനി അച്ചുവിനെ ഒന്നും നോക്കി. അവൻ അവളെ നോക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പാച്ചുവിനെ എബിയെയും നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. സംസാരിക്കണോ നിനക്ക്? പാച്ചു അവളോട് ചോദിച്ചപ്പോൾ അവളൊന്ന് മൂളി. പാച്ചു മനുവിനോട് കാര്യം പറഞ്ഞു. അച്ചുവിനും ജെനിക്കും സംസാരിക്കാൻ വേണ്ടി മനു എല്ലാവരെയും വിളിച്ച് റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും പോയിട്ടും അച്ചു അവളെ നോക്കിയിരുന്നില്ല. അച്ചുവേട്ടാ. ജെനി അവനെ വിളിച്ചു. അവളെ നോക്കിയില്ല. ജെനി അവന്റെ അടുത്തേക്ക് പോവാൻ ബെഡിൽ നിന്ന് കാല് തറയിലേക്ക് വെക്കാൻ നിന്നതും അവൾക്ക് വേദന എടുത്തു. വേദനയോടെ അവൾ കരഞ്ഞപ്പോൾ അവൻ ഓടി അവളുടെ അടുത്തെത്തി. വയ്യാതിരിക്കുവല്ലേ? അപ്പോഴും ശ്രദ്ധയില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അച്ചു അവളോട് ദേഷ്യപ്പെട്ടു. അവന്റെ സങ്കടമാണ് ദേഷ്യത്തിന്റെ രൂപത്തിൽ അവളിലേക്ക് വന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് എന്തു പറ്റാൻ? നേരിയ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ കലിപ്പോടെ നോക്കി. ഒന്നും മിണ്ടാതെ അവളെ ബെഡിലേക്ക് കിടത്തി. അവളെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു പോവാൻ നിന്ന അവന്റെ കയ്യിൽ അവൾ പിടിച്ചു. പിണക്കമാണോ എന്നോട്? ജെനി അവനോട് ചോദിച്ചു. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന്റെ മുറുകുന്ന കൈകളിലൂടെ അവൾ മനസ്സിലാക്കിയിരുന്നു അവന്റെ മനസ്സിന്റെ സംഘർഷം. പേടിച്ചു പോയോ? ഞാൻ ഇട്ടേച്ചു പോവെന്ന് കരുതിയോ? അവന്റെ പുറത്ത് തട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. മരിച്ചു നിൽക്കുമായിരുന്നു ഞാൻ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടോ ജെനി? അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇട്ടേച്ച് പോവില്ല ചെക്ക, എന്റെ ജീവൻ ഇവിടെയല്ലേ. അവന്റെ നെഞ്ചി ചൂണ്ടുവിരൽ കുത്തി അവൾ പറഞ്ഞപ്പോ അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ജെനിക്ക് വേദന എടുത്തെങ്കിലും അവന്റെ സ്നേഹചുംബനത്തിന്റെ മുന്നിൽ അവളുടെ വേദന പോലും അടിയറവ് വെച്ചു. അവളുടെ നെറ്റിയെ നെറ്റിമുട്ടിച്ച് അവനിരുന്നു. 2 പേരും കരയുകയായിരുന്നു. വേദന എടുക്കുന്നു കേട്ടോ എനിക്ക്, ജെനി കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അച്ചു പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി. കിടക്കാം, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും വേദന പോവും. അവൻ അവളെ ബെഡിലേക്ക് കിടത്താൻ തുനിഞ്ഞു. എനിക്ക് ബെഡിൽ കിടക്കണ്ട, ഈ നെഞ്ചി കിടന്നാ മതി. അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊരു ചിരിയോടെ അവളുടെ അടുത്തിരുന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവന്റെ വാത്സല്യത്തോടെയുള്ള തലോടലും അവന്റെ പ്രണയിച്ചൂടും അവളെ പെട്ടെന്ന് ഉറക്കി. ശാന്തമായി ഉറങ്ങുന്ന അവളെ അവൻ നോക്കിയിരുന്നു. പിന്നെ കുനിഞ്ഞ് അവളുടെ കവളിൽ വേദനിപ്പിക്കാതെ പതിയെ ചുംബിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ കട്ടിലിന്റെ അടുത്ത് തന്നെ കസേര വലിച്ചിട്ട് അവനിരുന്നു. അവളുടെ കൈയിനെ അവന്റെ കൈക്കുള്ളിലാക്കി തലോടിക്കൊണ്ടിരുന്നു. അവളെ തന്നെ നോക്കിയിരുന്ന ബെഡിൽ തലവെച്ച് എപ്പോഴും അവനും മയങ്ങി. അങ്ങനെ 3-4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ജെനി വീട്ടിലെത്തി. തലയിലെ വലിയ കെട്ടൊക്കെ മാറ്റി ഇപ്പൊ ചെറിയ കെട്ടാണുള്ളത്. അച്ചുവും കുടുംബവും എന്നും വരും. ജെനി പൂർണ്ണമായും സുഖമായിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞെങ്കിലും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടത്തണമെന്ന് ജെനി തന്നെ വാശി പിടിച്ചു. നന്നായി റെസ്റ്റ് എടുത്താൽ കയ്യിലെയും കാലിലെയും കെട്ട് കല്യാണം ആവുമ്പോഴേക്കും അഴിക്കാം എന്ന് വീട്ടിലെ ഡോക്ടർമാർ മുഴുവനും അവളോട് പറഞ്ഞപ്പോ അവൾ അതനുസരിച്ചു. ഇപ്പൊ അടങ്ങി ഒതുങ്ങി ഇരിപ്പാണ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. മനു ജാനിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കല്യാണം കഴിഞ്ഞിട്ട് ജാനി ഇനി പോകും. ഗർഭകാലമായതുകൊണ്ട് അതിന്റെ ക്ഷീണം ജാനിക്കുണ്ടെന്നൊഴിച്ച ആൾ ഉഷാറാണ്. രാത്രി ബാൽക്കണിയിലെ ബീൻ ബാഗിൽ ചാരിയിരിക്കുകയാണ് ജെനി. അവളുടെ അടുത്ത് തന്നെ ജാനിയും ഉണ്ട്. ജാനി അവളെ വിളിച്ചു. എന്താ ചേച്ചി, വേദന ഉണ്ടോ മോളെ ഇപ്പോ? ഇല്ല ചേച്ചി, ഇതൊക്കെ എടുത്ത് കളയാഞ്ഞിട്ടുള്ള അസ്വസ്ഥത ഉണ്ട് എനിക്ക്. പിന്നെ നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതൊക്കെ വലിച്ചു കളയുമല്ലോ എന്നൊരു സമാധാനമാണ്. ജെനി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ജാനി ഒന്ന് പുഞ്ചിരിച്ചു. നീയോ അച്ചും വിളിക്കാറൊന്നും ഇല്ലേ? ജാനി അവളെ സംശയത്തോടെ നോക്കി. ചേച്ചിക്ക് എന്തു തോന്നുന്നു?
പുഞ്ചിരിയോടെ ജെനി തലചരിച്ചു നോക്കി. ഞാൻ ഇങ്ങോട്ട് വന്നത് മുതൽ അവൻ നിനക്ക് ഫോൺ ചെയ്യുന്നതോ നീ അവന് ഫോൺ ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ആയിരിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അച്ചുവിനോട് ചോദിക്കാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ വിളിക്കാറേയില്ലേ? പുഞ്ചിരിയോടെ ജെനി തലയാട്ടിയപ്പോൾ ജാനി വായ പൊളിച്ച് അവളെ നോക്കി. ജാനിയുടെ നോട്ടം കണ്ട് ജെനി ചിരിച്ചു. നമ്പറൊക്കെ ഉണ്ട്, വിളിക്കാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ പ്രണയത്തിനും ഒരു സുഖമുണ്ട്. തിളങ്ങുന്ന കണ്ണുകളോട് ജെനി പറഞ്ഞപ്പോൾ ജാനി പുഞ്ചിരിയോടെ അവളെ നോക്കി. മുറിയിലേക്ക് കയറി, ഇവിടെ ഇരുന്ന് തണുപ്പടിക്കണ്ട. ജാനി ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ജെനിയെ പിടിച്ചു. ചേച്ചി പൊയ്ക്കോ, ഞാൻ കുറച്ചുനേരം കൂടി ഇരിക്കട്ടെ. അത് വേണ്ട, വന്നേ നീ. പ്ലീസ് ചേച്ചി, ചേച്ചി പൊയ്ക്കോ, കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ മുറിയിലേക്ക് പോവാം. ജാനി ഒന്ന് മൂളി തിരിഞ്ഞു നടന്നപ്പോൾ ജെനി അവളെ പുറകെ നിന്ന് വിളിച്ചു. ചേച്ചി. എന്താടാ? തിരിഞ്ഞെന്ന് ജാനി അവളെ നോക്കി. എന്റെ ഗിറ്റാർ എടുത്തു തരാമോ? ഒറ്റ കൈ കൊണ്ട് നീ എങ്ങനെ വായിക്കാനാണ് ജെനി? ചേച്ചി എടുത്ത് താ, ഞാൻ വായിച്ചോളാം പ്ലീസ്, നല്ല ചേച്ചിയല്ലേ. ജെനി കൊഞ്ചിക്കൊണ്ട് അവളോട് പറഞ്ഞു. ജാനി ചിരിച്ചുകൊണ്ട് മുറിയിൽ കയറി അവളുടെ കൈയിലേക്ക് ഗിറ്റാർ കൊടുത്തു. ജാനി അവളുടെ മുറിയിലേക്കും പോയി. ജെനി കോഫി ടേബിളിൽ കയറ്റി വെച്ചിരുന്ന അവളുടെ കാലിലെ ബാൻഡേജിൽ ഒന്ന് വിരലോടിച്ചു. പിന്നെ ബാൻഡേജ് ചുറ്റിയ അവളുടെ കൈയിലേക്കും. കൈക്കും കാലിനുമുള്ള പൊട്ട് ചെറുതായതിനാൽ പെട്ടെന്ന് റിക്കവർ ആയിരുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റർ ഒരുപാട് ദിവസമൊന്നും ഇടേണ്ടി വന്നിരുന്നില്ല. കല്യാണമാണെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ അവളുടെ പൊട്ടലുള്ള കൈയിലും കാലിലും ചുറ്റിവെച്ചതാണ് ബാൻഡേജ്. ബാൻഡേജ് ചുറ്റിവെച്ച അവളുടെ കൈയിലേക്ക് അവൾ അവളുടെ ഗിറ്റാർ ചേർത്ത് പിടിച്ചു. പിന്നെ ഫോൺ എടുത്ത് അവൾ കോൾ ബട്ടൺ അമർത്തി. ജെനിയുമായുള്ള തന്റെ പ്രണയദിനങ്ങളും വരാൻ പോകുന്ന അവരുടെ ഭാവി ജീവിതവും ആലോചിച്ച് പുഞ്ചിരിയോടെ ബെഡിൽ കിടക്കുമ്പോഴാണ് അച്ചുവിന്റെ ഫോൺ റിംഗ് ചെയ്തത്. അവൻ കൈയെത്തിച്ച് ഫോൺ എടുത്തു. മൈൻ എന്ന ഫോൺ സ്ക്രീനിൽ കാണിച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. കാരണം ഇന്ന് വരെ അവർ ഫോൺ ചെയ്തിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നതല്ലാതെ ഫോൺ ചെയ്യാറില്ല രണ്ടുപേരും. പതിവില്ലാതെ ജെനിയുടെ കോൾ കണ്ടപ്പോൾ അവനിൽ ഒരു സംശയം ഉടക്കി. അവൾക്ക് വയ്യായ്ക എന്തെങ്കിലും ഉണ്ടോ എന്ന് പേടിച്ച് അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്ത് വെച്ചു. കോൾ അറ്റൻഡ് ചെയ്ത അവനിലേക്ക് ഒഴുകിയെത്തത് അവളുടെ മധുരമായ ശബ്ദമായിരുന്നു. അവനിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ പാട്ടിനു വേണ്ടി അവൻ കാതോർത്തു. പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജെനി ടേബിളിൽ നിന്ന് അവളുടെ ഫോൺ എടുത്ത് അവളുടെ ചെവിയോട് ചേർത്ത് വെച്ചു. ഫോണിലൂടെ കേൾക്കുന്ന അവന്റെ നിശ്വാസങ്ങൾ പോലും അവളെ കുളിരണിയിച്ചുകൊണ്ടിരുന്നു. പുഞ്ചിരിയോടെ അവളുടെ പ്രാണന് വേണ്ടി അവൾ വീണ്ടും പാടി. ജെനി പാടിക്കഴിഞ്ഞപ്പോൾ അച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരനുഭൂതി അവന് വന്നു പൊതിഞ്ഞു. ഫോണിലൂടെ ഉയർന്നു കേൾക്കുന്ന അച്ചുവിന്റെ നിശ്വാസങ്ങൾ ജെനിയിലും വികാരത്തിന്റെയും പ്രണയത്തിന്റെയും മറ്റൊരു അനുഭൂതി പകർന്നുകൊണ്ടിരുന്നു. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ചുവിന്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. അച്ചു പാടുന്നത് കേട്ടപ്പോൾ ജെനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവളും അവനു വേണ്ടി നിറഞ്ഞ പ്രണയത്തോടെ കാതോർത്തു. എന്തിനോ വേണ്ടി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ജന്മം മുഴുവൻ ഈ വാക്ക് പാലിക്കപ്പെടാൻ കഴിയണേ എന്ന് രണ്ടുപേരും മൗനമായി പ്രാർത്ഥിച്ചു. രണ്ടുപേരും അവരുടെ ലോകത്തായിരുന്നു. മറ്റാർക്കും പ്രവേശനമില്ലാത്ത അവരുടെ മാത്രം ലോകം. ജെനി. മൗനത്തെ മുറിച്ച് അച്ചു അവളെ വിളിച്ചു. ജെനിയൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും അവൾ പറഞ്ഞില്ല. നീ കരയുവാണോ പെണ്ണെ? അച്ചു അവളോട് ചോദിച്ചു. അല്ല. പിന്നെ നിന്റെ ശബ്ദം എന്താ വല്ലാതെ? എന്റെ മാത്രം അല്ലല്ലോ, ഏട്ടന്റെ ശബ്ദവും വല്ലാണ്ടാണല്ലോ. ആണോ? അവരുടെ ഇടയിൽ വീണ്ടും മൗനം കടന്നു വന്നു. ആ മൗനത്തിന് പോലും പ്രണയത്തിന്റെ അനുഭൂതിയായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. അറിയില്ല ഏട്ടാ, എനിക്ക് ദേഷ്യമായിരുന്നു ആദ്യം. എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കുമ്പോൾ ദേഷ്യമായിരുന്നു എനിക്ക്. പിന്നെ എപ്പോഴും ഞാനും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോ എന്റെ ജീവൻ തന്നെ അവിടെയല്ലേ. അംഗത്തില്ലാതെ ജനനിക്ക് പറ്റുന്നില്ല എനിക്ക്. അത്രയ്ക്ക് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് ചെക്ക. എന്നെ വിട്ടുകളയില്ലേ ഒരിക്കലും. അങ്ങനെ ഉണ്ടായി പിന്നെ ഞാൻ. ജെനിയുടെ ശബ്ദം ഇടറി. ജെനി. അച്ചു അരുമയായി അവളെ വിളിച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ വിട്ടുകളയുമെന്ന്? ഇല്ല. പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? അറിയില്ല എനിക്ക്. ജെനി, കുറച്ചു മുമ്പ് ഞാൻ പാടിയത് വെറും പാട്ടല്ല, നിനക്ക് ഞാൻ നൽകിയ വാക്കാണ്. എന്നും എപ്പോഴും നിനക്ക് താങ്ങായും തണലായും എന്റെ ഈ കൈകളുണ്ടാവും. നിനക്ക് ചെയ്യാനും നിന്റെ സങ്കടങ്ങൾ ഒഴുക്കിക്കളയാനും എന്റെ ഇടനെഞ്ച് നിനക്കുണ്ടാവും. വിട്ടുകളയില്ല ജെനി നിന്നെ. അങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല എനിക്ക്. അതിനുവേണ്ടിയല്ല ഞാൻ നിന്നെ എന്റെ ആത്മാവിൽ കൊണ്ട് നടക്കുന്നത്. എന്റെ ജീവിതം അവസാനിക്കുന്നവരെ നിന്റെ കൂടെ ഉണ്ടാകും. എന്നെ മരണം വന്ന് പുൽകുമ്പോൾ ഞാൻ നിന്നെയും കൊണ്ടുപോകും എന്റെ കൂടെ. എന്നും എപ്പോഴും എന്റെ കൂടെ നീ വേണം. നിന്നെ എനിക്ക് പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ പ്രണയം നിനക്ക് പകർന്നു തന്ന് നിന്നിൽ അലിഞ്ഞു ചേരണം എനിക്ക്. ഞാനും നീയും ചേർന്ന് നമ്മളാവണം. അച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ജെനിയുടെ ചുണ്ടിലൊരു നറുപൂഞ്ചിരി വിരിഞ്ഞു. ലവ് യു. ജെനി അവനോട് പറഞ്ഞു. ലവ് യു ടു. ഉറങ്ങിക്കോ,
2 ദിവസം കൂടി കഴിഞ്ഞ് എന്റെ നെഞ്ചിക്കിടന്നുറങ്ങും. കാത്തിരുന്നു. അച്ചു അവളോട് പറഞ്ഞപ്പോൾ അവളുടെ കവളുകൾ ചുവന്നു. അത് മനസ്സിലായെന്ന പോലെ അച്ചുവിലും പുഞ്ചിരി വിരിഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് രണ്ടുപേരും സന്തോഷത്തോടെ നിദ്രയെ പുൽകി. അച്ചുവിന്റെയും ജെനിയുടെയും കല്യാണത്തിന് ഇരു വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ജെനി, ബാൻഡേജ് അഴിച്ചെന്ന് കരുതി വല്ലാണ്ട് ഓടാനും ചാടാനും നിൽക്കരുത് കേട്ടല്ലോ, ചിലപ്പോ നീര് വരും, വാസു ജെനിയോട് പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കാം അമ്മ, ജെനി മറുപടി നൽകി. എന്നാ റെഡിയാവാൻ നോക്കിക്കോ, 4 മണിക്കല്ലേ ഫംഗ്ഷൻ. വാസു താഴേക്ക് പോയി. ജെനി അവളുടെ സിങ്ങിലിരുന്ന് പതിയെ ആടി. വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയാണ് ഹൽദി. 8 മണി മുതൽ മെഹന്തി. ഹൽദിക്ക് വേണ്ടി അച്ചുവും കുടുംബവും ജെനിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഗാർഡനിലാണ് അവർക്കുള്ള സ്റ്റേജ് ഒരുക്കിയത്. വളരെ ഭംഗിയുള്ള സ്റ്റേജ്. ജെനിയായിരുന്നു ഹൽദി സ്റ്റേജ് ഡിസൈൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുള്ള സ്റ്റേജ് ആയിരുന്നു. ഒരുങ്ങിയില്ലേ ജെനി? സമയമായി. ജാനി ജെനിയുടെ മുറിയിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, സിമ്പിൾ ആയിട്ട് വല്ലതും മതിയെന്ന്. ഇതിപ്പോ എന്തോ പോലെയുണ്ട്, ഇതൊന്നും എനിക്ക് താങ്ങുന്നില്ല ചേച്ചി, ചീണിങ്ങിക്കൊണ്ട് ജെനി പറഞ്ഞു. ഇന്നൊരു ദിവസമല്ലേ പെണ്ണെ, അഡ്ജസ്റ്റ് ചെയ്യേ നീ. അല്ല, നീ ആക്സസറീസ് ഒന്നും ഇടുന്നില്ലേ? അതൊന്നും വേണ്ട, എന്തായാലും മഞ്ഞൾ തേക്കാനുള്ളതാണ്, ഇതൊന്നും വേണ്ട. അത് പറഞ്ഞ എങ്ങനെയാ പെണ്ണെ, ഫോട്ടോ എടുക്കുമ്പോ ഒരു ഭംഗി വേണ്ടേ? ഇതും കൂടെ ഇടാൻ വയ്യ ചേച്ചി. വേണം കഴുത്തിലും കയ്യിലും ഒന്നും ഇടാതെ കൂടി പരത്തിയിട്ട് ദേ ഇത് വെക്കാം. ടേബിളിലേക്ക് ചൂണ്ടി ജെനി പറഞ്ഞു. അത് മാത്രമായ എങ്ങനെയാ? അതിന്റെ കൂടെ ഈ ഇയറിംഗ്സ് കൂടെ ഇടാം. ജാനി അതെടുത്ത് ജെനി അണിയിച്ചു. ഓക്കെ, സൂപ്പർ. ജെനിയുടെ കവളി ചുംബിച്ചുകൊണ്ട് ജാനി പറഞ്ഞു. ആഹാ, ആരിത്? തൃശൂർ പൂരത്തിന് ഒരുക്കിയ ആനയോ? മുറിയിലേക്ക് വന്ന അഞ്ജു ജെനിയെ കളിയാക്കി. അല്ലടി, നിന്റെ കുഞ്ഞമ്മയുടെ അടിയന്തരത്തിന് ഒരുക്കിയ ആന. ജെനിയും മറുപടി കൊടുത്തു. അഞ്ജു അവളെ നോക്കി അന്തസായി വിളിച്ചു. കിട്ടേണ്ടത് കിട്ടിയല്ലോ. ജാനി അഞ്ജുവിന്റെ നേരെ തിരിഞ്ഞു. ഓവ്, തൃപ്തിയായല്ലോ. ഓവ്, എന്നാ പോവാം. അഞ്ജുവും ജാനി ജെനിയുടെ ഇരുവശവും നിന്നു. അവളെയും കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ജെനിയെ കണ്ട് മഹിയുടെയും വസുവിന്റെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ച് നിറകെ ചുംബിച്ചു. മഹി, ചെക്കനും കൂട്ടരും എത്തിയിട്ടോ. പാച്ചുവിന്റെ അച്ഛ അകത്തേക്ക് വന്ന് മഹിയോട് പറഞ്ഞു. മഹിയും വസു അവരെ സ്വീകരിക്കാൻ പോയി. അച്ചുവിന്റെ കുടുംബത്തോടൊപ്പം അവന്റെ കൂട്ടുകാരും അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു മഞ്ഞമയം. മഞ്ഞ കുർത്തയും വെള്ള പൈജാമയായിരുന്നു അച്ചുവിന്റെ വേഷം. അലസമായി കിടക്കുന്ന മുടിയും വെട്ടിയൊതുക്കിയ താടിയും അവന് പതിവിലും ഭംഗി നൽകിയിരുന്നു. അവരെ എല്ലാം സ്വീകരിച്ചിരുത്തി. ആ സമയം കൊണ്ട് ജാനിയും അഞ്ജുവും സ്റ്റേജിലേക്ക് ഹൽദിയും അവർക്കുള്ള സ്വീറ്റ്സും കൊണ്ടുവന്നു. ജെനിയെ കൊണ്ടുപോവാ അഞ്ജുമോളെ, വസു അഞ്ജുവിനോട് പറഞ്ഞു. അഞ്ജുവിന്റെ കൂടെ ദിവ്യയും ജെനിയെ കൂട്ടാൻ അകത്തേക്ക് പോയി. അഞ്ജുവിന്റെയും ദിവ്യയുടെയും കൂടെ നടന്നു വരുന്ന ജെനിയെ കണ്ട് അച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. പതിവിലും സുന്ദരിയായിരുന്നു അവൾ. പതിവിൽ കൂടുതൽ തിളക്കം അവളുടെ വെള്ളാരം കണ്ണുകൾക്കുണ്ടെന്ന് അവന് തോന്നി. ജെനിയോ അച്ചുവിനെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ പുഞ്ചിരി രണ്ടുപേരും സമ്മാനിച്ചു. അഞ്ജുവും ദിവ്യയും കൂടി ജെനിയെ അച്ചുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന ജെനി അവളുടെ പുറകെ നിന്ന് പാച്ചു എബിയും കൂടി തള്ളി. പെട്ടെന്നായതുകൊണ്ട് ജെനി നേരെ പോയി അച്ചുവിന്റെ നെഞ്ചിലേക്ക് വീണു. എല്ലാവരും കൈയടിച്ച് ചിരിക്കുന്നതിന്റെ കൂടെ അവർ രണ്ടുപേരുടെയും മേൽ പൂവിതളുകൾ വർഷിച്ചു. അച്ചു അവളെ ഇടുപ്പിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. ജെനിയുടെ കൈകൾ അവന്റെ നെഞ്ചിലായിരുന്നു. പരസ്പരം കണ്ണേ നോക്കി രണ്ടുപേരും നിന്നു. അതെ, ഇങ്ങനെ നിൽക്കാനാണോ ഭാവം? നമുക്ക് തുടങ്ങണ്ടേ? മനുവിന്റെ ചോദ്യം കേട്ടപ്പോ രണ്ടുപേരും അകന്നു മാറി. ചമ്മലോടെ മറ്റുള്ളവരെയും നോക്കി. ചമ്മണ്ട, നടക്ക് രണ്ടുപേരും, മഹി രണ്ടുപേരോടും പറഞ്ഞു. അച്ചു പുഞ്ചിരിയോടെ അവന്റെ വലതുകരം ജെനിയുടെ നേർക്ക് നീട്ടി. അവൾ മഹിയെ നോക്കി. മഹി പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കണ്ണ് ചിമ്മിയപ്പോൾ ജെനി അച്ചുവിന്റെ വലതു കൈയിലേക്ക് അവളുടെ വലതുകരം ചേർത്ത് വെച്ചു. രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് അവർക്കായി ഒരുക്കിയ സ്റ്റേജിലേക്ക് കയറി. എല്ലാവരെയും നോക്കി രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിലിരുന്നു. രണ്ടച്ഛന്മാരും അമ്മമാരും ചേർന്ന് രണ്ടുപേർക്ക് ഹൽദി തേച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും അവരെ മഞ്ഞളി കുളിപ്പിച്ചു. ഫോട്ടോ എടുക്കുന്നതിനിടെ പാച്ചു എബിയും പോയി പാട്ട് പ്ലേ ചെയ്തു. പാട്ട് പ്ലേ ആയതിന്റെ കൂടെ എബിയും പാച്ചുവും പാട്ടിന്റെ താളത്തിനൊത്ത് ചുവട് വെച്ച് ജെനിയുടെ അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. ജെനിയും അച്ചുവും ചിരിയോടെ കൈകൾ കൊട്ടി അവരുടെ ഡാൻസ് കണ്ടു നിന്നു. അവരുടെ കൂടെ അഞ്ജുവും കൃതിയും ദീപവും വിധുവും ദിവ്യയും മനുവും കൂടി ചേർന്നപ്പോൾ ഒരു മേളമായി തന്നെ മാറിയിരുന്നു. എവരിബഡി സിംഗ് എന്ന് ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് അവർ അച്ചുവിനെയും ജെനിയെ അവരുടെ കൂട്ടത്തിലേക്ക് വലിച്ചു ചേർത്തു. പാട്ടിന്റെ താളത്തിനൊത്ത് അവരുടെ കൂടെ അച്ചുവും ജെനിയും ചേർന്നപ്പോൾ കണ്ടുനിന്ന വീട്ടുകാരും എല്ലാവരും അവരുടെ കൂടെ ചേർന്ന് കളിക്കാൻ തുടങ്ങി. എല്ലാവരും പാട്ടിലും ഡാൻസിലും മതി മറന്ന് നിൽക്കുകയാണെന്ന് കണ്ട അച്ചു ജെനിയെയും കൊണ്ട് അവിടെ നിന്നും മാറി. ഏയ്, എങ്ങോട്ടാ? ഇങ്ങോട്ട് വാടി, നിന്നെ ഒന്ന് കാണട്ടെ. ആരുടെയും ശ്രദ്ധ പെട്ടെന്നെത്താത്ത ഒരിടത്ത് അവൻ അവളെയും കൊണ്ട് ചെന്നു. അവൻ ഭിത്തിയിലേക്ക് ചാരി നിന്ന് അവളെ നോക്കി. ഇങ്ങനെ നോക്കാതെ,
അവന്റെ നെഞ്ചിലേക്ക് ചാരി പതിയെ തല്ലിക്കൊണ്ട് അവൾ അവനോട് പറഞ്ഞു, എന്റെ പെണ്ണേ, നീ എങ്ങനെയായാലും സുന്ദരിയാണല്ലോ, നന്നായി ചേരുന്നുണ്ട് ഇതെല്ലാം. അവളുടെ കാതിന് താഴെ ചുണ്ട് ചേർത്ത് അവൻ പറഞ്ഞു. ജെനി അവനെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പ്രണയത്തിൽ അവളുടെ വെള്ളാരം കണ്ണുകൾ ഉടക്കിയപ്പോൾ അവൾ മതിമറന്ന് അവനെ നോക്കി നിന്നു. നിറഞ്ഞ പ്രണയത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ ദുപ്പട്ടയുടെ ഇടയിലൂടെ ചെറുതായി കാണുന്ന അവളുടെ വയറിലേക്ക് അവൻ കൈ ചേർത്ത് പതിയെ തഴുകി. വയറിൽ അനുഭവപ്പെട്ട തണുപ്പ് ജെനിയുടെ ശരീരം മാസകലം പടർന്നപ്പോൾ ജെനി അവനിൽ നിന്ന് നോട്ടം മാറ്റി അവളുടെ വയറിലേക്ക് അവളുടെ കൈ ചേർത്തു. കയ്യിലായ ഹൽദി കണ്ടപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ പുഞ്ചിരിയോടെ നോക്കുന്ന അവന്റെ നേർക്കവൾ മുഖം അടുപ്പിച്ചു. അവളുടെ വെള്ളാരം കണ്ണുകളുടെ തിളക്കത്തിൽ സ്വയം മറന്നു നിൽക്കുകയായിരുന്ന അവന്റെ ഇടത് കവളിൽ അവൾ അവളുടെ വലത് കവൾ ചേർത്തുരസിയപ്പോൾ അച്ചുവിന്റെ കൈകൾ അവളുടെ ദുപ്പട്ടയുടെ ഇടയിലൂടെ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവളുടെ ഇടത് കവൾ അവന്റെ വലത് കവളിൽ ചേർത്തപ്പോൾ അച്ചു കണ്ണടച്ചു നിന്നു. കണ്ണടച്ചു നിൽക്കുന്ന അവന്റെ നെറ്റി അവൾ അമർത്തി ചുംബിച്ചു. അവളുടെ അധരങ്ങളുടെ തണുപ്പറിഞ്ഞ അച്ചുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവളിലേക്കും പടർന്നു. അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവൾ നിന്നു. അവളെ ചേർത്ത് പിടിച്ച അവനും